നമ്മളൊന്നേ ഫിഷ് തവ കഴിക്കാൻ പോയാലോ? നമ്മൾ ഫിഷ് ഏത് കൊണ്ടെടുത്താലും അപ്പം തന്നെ അവർ ഗ്രില്ല് ചെയ്ത് തരും, തവ ചെയ്ത് തരും. അങ്ങനത്തെ ഒരു ഷോപ്പ് ഉണ്ട്. നമ്മളൊന്ന് ആ ഷോപ്പിലേക്ക് ഒന്ന് പോയാലോ? ഇതിൽ എന്തെങ്കിലും മസാല ചേർക്കുക? ഇഞ്ചി വെളുത്തുള്ളി. ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്. പച്ചമുളക്, തക്കാളി. ഈ അൽഫാമിനും ഇതിന് രണ്ട് മസാല? രണ്ട് ടൈപ്പ് മസാല. രണ്ട് ടൈപ്പ് മസാല. ഇതില് മറ്റേ അൽഫാമിലോ മസാല? അൽഫാം ഏകദേശം സെയിം തന്നെയാണ്, ചെറിയ മാറ്റാണ് വരിക. ചെറിയ മാറ്റങ്ങൾ വരും. ചെറിയ മാറ്റം. പൊറോട്ട മാവ് നമുക്ക് ചൂടാനുള്ള ഐക്കുറച്ചൂരയാണിത്. ഞങ്ങൾ ഈ കടയിൽ നിന്നാണ് വാങ്ങിയത്. അസർപ്പാക്കയാണ് ഈ കടയിൽ. മീന്, ഐക്കുറച്ചൂര, എല്ലാ വലിയ മീനുകളുണ്ട്. കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. നടുവിനാണ് പറയുന്നത്. മസാല കയറാം. ഇതിലെന്തൊക്കെയാണ് ഈ മസാലയിലുള്ള കൂട്ട്? ഇതില് ഉള്ളി, തക്കാളി, അതുപോലെ തന്നെ മുളക്, വെളുത്തുള്ളി, പിന്നെ ഫിഷ് മസാല, കുരുമുളക് പൊടി. കുരുമുളക് പൊടി പ്രധാനമാണ് അല്ലേ? അതെ അതെ. മന്തി റൈസ് ഇത് ഒരു ഫുള്ളിന് എത്ര റേറ്റ്? ഹാഫിന് 120, ഫുള്ളിന് 240. നിങ്ങളിവിടുന്ന് സ്ഥിരം വാങ്ങുന്ന ആളാണോ? സ്ഥിരം കഴിക്കുന്ന ആളാണ്. എങ്ങനെയുണ്ട് രുചി കാര്യങ്ങളൊക്കെ? അടിപൊളിയാണ്. അടിപൊളിയാണ്. ഉഷാറാണ്. ഞാനിപ്പോ വീട്ടിൽ ഡെലിവറി ചെയ്യുന്നുണ്ട്. ഡെലിവറി ഉണ്ട്. ഇപ്പൊ ഫോൺ കിട്ടിയില്ല, അപ്പൊ ഇങ്ങോട്ട് വന്നതാണ് അല്ലേ? ഇടക്കൊക്കെ വേഗങ്ങളുണ്ട്. ടേസ്റ്റ് എല്ലാം ഓക്കെയാണ്. ടേസ്റ്റ് ആണ്, കുഴപ്പമില്ല. വൃത്തിയും കൊണ്ടായാലും കുഴപ്പമില്ല. ടേസ്റ്റും അടിപൊളിയാണ്. സർവീസും ഉഷാറാണ്. എത്ര ടൈം മസാല തേച്ചിട്ട് ഈ ഗ്രില്ലുമ്പോ എത്ര ടൈമിൽ കണക്കാണ്? അതെ അതെ, ടൈം ഉണ്ട്. ഏകദേശം 1.25 മണിക്കൂർ വേണം. 1.25 മണിക്കൂറിന്റെ വേവ് വേണം. അതെ അതെ. ചിക്കൻ തവയാണ് കണ്ടോ, മസാലയാണ് ഇതിൽ കിടന്ന് തിളക്കണത്. ചിക്കൻ തവയുടെ ഇതിലേക്ക് ഒരു ചായയും കൂടി വെക്കണം അല്ലേ? അതെ. അല്ല, ഇത് പൊറാട്ട കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇവരൊക്കെയുള്ള മന്തി കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒരു കട്ടൻ ചായയും കൂടി അടുത്തതിന് അവർ ക്ലിയർ ആക്കും. ഇരിക്കാന് സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നിപ്പോ നബിദിനായതുകൊണ്ട് ഇപ്പൊ പാർസലാണ് അധികം പോണത്. ഇന്നത്തെ ദിവസം കാണുന്നത് നല്ല തിരക്കുള്ള ഒരു കടയാണ്. പിന്നെ ഒരു ഫാമിലി റൂം ഉണ്ട് ഇവർക്ക് കണ്ടോ. നല്ല സുഖമാണ് ഇരിക്കാന്. ഇതാണ് ഒരു ഫാമിലി റൂം. മസാല ഇത് ചൂടാവുന്നതിനനുസരിച്ചിട്ട് മസാല വേണം അല്ലെ? വേവുന്നതിനനുസരിച്ചിട്ട് ഉള്ളിലേക്ക് ഇറങ്ങാന്. മസാല ഒക്കെ ഇപ്പം നല്ല എണ്ണ പിടിച്ചിട്ടുണ്ടാവില്ലേ? നമ്മളെ ഫിഷ് ഓക്കെ ആയിട്ടാ, എന്തോ ക്ലിയർ ആയി. പൊറാട്ടയാണ് ഫ്രൈ ഉണ്ടാക്കുന്നത്. കണ്ട, ഇവർക്ക് മെഷീനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. പണം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുണ്ടാക്കും. ഓർഡർ ചെയ്ത് മന്തി റൈസ്
പിന്നെ ഫിഷ് തവ, നൂൽ പൊറാട്ട, ഈ തവ ചിക്കൻ, ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത്. ഇനി ഫിഷ് തവയും ഇതിൻ്റെ ഒക്കെ ഒന്ന് രുചി നമുക്കൊന്ന് നോക്കാം. ആദ്യം പൊറാട്ട, നൂൽ പൊറാട്ട ഇട്ടത് കുഞ്ഞിലേക്ക് തരാം. നോക്കുക, നൂൽ പൊറാട്ട നോക്കി. നമ്മൾ മീനും നോക്കുക. നല്ല ടേസ്റ്റ് ഇട്ട സംഭവം ഇത്. മീനിൻ്റെ മസാലയും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. കുഞ്ഞിൻ്റെ മീൻ എടുത്തോ? മീനൊന്നും നോക്കി, അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. മീനിൻ്റെ ടേസ്റ്റ് നോക്കുക. മസാലേൻ്റെ ടേസ്റ്റൊക്കെ എങ്ങനെയുണ്ട് നോക്കിയേ. അടിപൊളിയാണ് ടേസ്റ്റ്. എന്തെങ്കിലും ഇതിൻ്റെ നോക്കി, ചിക്കൻ തവ, ഇതുവരെ മന്തി റൈസും നോക്കുക. ഈ പൊറാട്ട മാറ്റിയൊക്കെ ഇനി ഇത് നോക്കുക. അതിൻ്റെ ടേസ്റ്റ്. ചിക്കൻ തവി അടിപൊളിയാ. മന്തി റൈസ് നല്ല റൈസ് തന്നെയാണ്. അത് എണ്ണയൊന്നും കയ്യുമ്മരെ പറ്റിയിട്ടില്ല. എന്താ മറ്റേതാണെങ്കിൽ എണ്ണ ഉണ്ടാവും. ചിലവർക്ക് നമ്മൾ കഴിക്കുമ്പോൾ അത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ടേസ്റ്റ് അടിപൊളിയാ. സൂപ്പർ. ഞങ്ങൾ വൈകുന്നേരം 5 മണിയാവും. വൈകുന്നേരം 5 മണിക്കുള്ളൂ ഈ കട. എത്ര മണി വരെ നിങ്ങളെ ക്ലോസിങ്? രാത്രി 1 മണി. 1 മണി. നിങ്ങളെ ഭക്ഷണം എന്തൊക്കെയാ ഒന്ന് പറഞ്ഞേ. നിങ്ങൾ തന്നെ തവ ചിക്കൻ്റെ അൽഫാം ഉണ്ട്, പിന്നെ ഷവായി ഉണ്ട്, പിന്നെ മീന് നമ്മൾ തവ അടിച്ചു കൊടുക്കും. മീൻ കൊണ്ടുവന്നാൽ മതി, ഞങ്ങൾ ഉണ്ടാക്കി റെഡിയാക്കി ഒക്കെ. അതെ, മസാല അടിച്ചു. നിങ്ങളെ തവ ഞങ്ങളിപ്പോ കഴിച്ചു, അടിപൊളിയായിരുന്നു. മസാല അടിച്ചുപൊളിയാണ്. മസാല ചിക്കൻ തവയും കഴിച്ചു ഞങ്ങള്, അടിപൊളിയാണ്. പിന്നെ പൊറോട്ട ചൂടുള്ള പൊറോട്ട, പൊറോട്ടയാണ്. ഏത് വക പൊറോട്ട എല്ലാ ഐറ്റം പൊറോട്ട അടിച്ചു കൊടുക്കും. രാത്രി 1 മണി വരെ ഉണ്ടാവും. രാത്രി 1 മണി വരെ ലീവ് ഉണ്ടാകില്ല. ലീവ് 5 മണി മുതൽ രാത്രി 1 മണി വരെ ഈ ഷോപ്പ് ഉണ്ട്. ലീവ് ഇല്ല കേട്ടോ ഈ ഷോപ്പില്. ഇതാണ് നമ്മളെ ഗ്രില്ല് ചെയ്യുന്നത് കട, ഫിഷ് ഗ്രില്ല്. കണ്ട കടയാണ് ഈ കാണുന്നത്, AMR ഫുഡ്സ് ഇതിന്റെ പേര്. ഇത് സ്ഥലം പുല്ലൂരാട്ടോ. പുല്ലൂർ ടൗണാണ് ആ കാണുന്നത്. ഇത് നേരെ പുത്തനത്താണി റോഡാണ്. ഈ പുത്തനത്താണി റോഡ് നേരെ പോയാൽ പുത്തനത്താണി, ഇങ്ങോട്ട് വന്നാൽ വൈരങ്കോട് തിരിയണ വഴിയാണ്. പിന്നെ അതാ നമ്മളെ ഏഴൂർ റോഡ് കണ്ടല്ല, നമ്മുടെ തിരൂരിക്കുള്ള റോഡാണത്. കണ്ടാ തിരൂര് കുറച്ച് രാത്രി ആയതുകൊണ്ട് കാണുന്നുണ്ടാവില്ല. നമ്മളെ ഏഴൂർ പാലം ഇവിടുന്ന് കാണാം. ആ പാലം കഴിഞ്ഞിട്ട് ഉള്ള ഏകദേശം ഒരു 50 മീറ്റർ ഉള്ളിലേക്കാണ് ഈ കട. കോമ്പൗണ്ട് ഇതാ, ഈ കോമ്പൗണ്ടിലാണ് ഈ കട. പിന്നെ ഫിഷ് നമ്മൾ വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ. ഫിഷ് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഫിഷ് വാങ്ങിച്ചു കൊടുത്താൽ അവരത് ഗ്രില്ല് ചെയ്ത് തരും.